വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കാർബൺ ക്രെഡിറ്റ്, അതുപോലെ കാർബൺ ഓഫ്സെറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെയാണ് COP29 പുതുതായിട്ട് കുറച്ച് ചേഞ്ചസ് കാർബൺ ക്രെഡിറ്റ് റൂൾസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാർബൺ ക്രെഡിറ്റ് എന്താണ്? നമുക്കറിയാം, നമ്മൾ വേൾഡ് ഇപ്പം ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. എന്നാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വരുന്ന ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോളിംഗ് മെഷർ ആയിട്ടാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ട്രൈഡബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വെക്കുന്നത്, അതായത് നമുക്ക് ഇത്ര ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഒരു കൺട്രിക്ക് ഇത്ര എമിഷൻ മാത്രമേ നടത്താൻ പറ്റൂ എന്ന് പറഞ്ഞ ഒരു ക്യാപ്പ് വെക്കുന്ന, ഒരു ലിമിറ്റ് വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി കാർബൺ ക്രെഡിറ്റ് എങ്ങനെ ട്രൈഡബിൾ യൂണിറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ട്രൈഡബിൾ ഇൻസ്ട്രുമെന്റ് ആവുന്നത് ഇത് നമുക്ക് നോക്കാം. നമുക്ക് കാർബൺ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, രണ്ട് എമിറ്റർ ആണുള്ളത്, എമിറ്റർ എ ആൻഡ് എമിറ്റർ ബി. ഈ എമിറ്റർ എ എന്ന് പറയുന്നത് അവരുടെ എമിഷൻ എന്ന് പറയുന്നത് എന്താണ്, സർപ്ലസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് ഓവറായിട്ട് അവരുടെ എമിഷൻ കൂടി വരുന്നുണ്ട്. എന്നാൽ എമിറ്റർ ബി എന്ന് പറയുന്നത് അവർക്ക് ഇവിടെ സർപ്ലസ് ആയിട്ട് എന്താണ് എമിഷൻ അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് ഉണ്ട്. കാരണം അവരുടെ എമിഷൻ എന്ന് പറയുന്നത് കുറവാണ്, ഇത്രേ ഉള്ളൂ. ഇതാണ് അവരുടെ എമിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവരുടെ എമിഷൻ എന്ന് പറയുന്നത് ഇത് മൊത്തമാണ്. അപ്പം ഇവർക്ക് പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ് ലിമിറ്റ്. ഈ ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്തിട്ടാണ് ഇവരത് ഉള്ളത്, എമിറ്റർ എൻ്റെത്. എന്നാൽ എമിറ്റർ ബിൻ്റെത് ഇവിടെയാണ് ഇവരെ ആക്ച്വൽ ആയിട്ടുള്ള എമിഷൻ ഉള്ളത്. അതായത് ഇത്രയും അവർക്ക് സർപ്ലസ് ആണ്. ഈ നീലയിൽ കാണുന്നത് അവരുടെ സർപ്ലസ് ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇത് സെൽ ചെയ്യും കാർബൺ മാർക്കറ്റിൽ. ഇവർക്ക് അത് പർച്ചേസ് ചെയ്യണം, ഇവരത് പർച്ചേസ് ചെയ്യും. അതാണ് കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് മാർക്കറ്റ് ഫോഴ്സ് ആണ്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതുപോലെ തന്നെ ഏത് പ്രൊജക്ട് ടൈപ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിന്റെ കാർബൺ മാർക്കറ്റിൽ ഈ ഒരു എമിഷന്റെ പ്രൈസിങ് തീരുമാനിക്കുക. ഓക്കെ, അതായത് കാർബൺ ക്രെഡിറ്റിന്റെ പ്രൈസിങ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് കാർബൺ ഓഫ്സെറ്റിംഗ് എന്താണെന്ന് നോക്കാം. കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത് ക്യോട്ടോ പ്രോട്ടോകോളിലാണ് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ടേം കൊണ്ടുവന്നത്. ഈ സ്കീമിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ എന്ത് ചെയ്യാം, എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ഇൻ എൻവറോൺമെന്റ് പ്രോജക്ട്സിൽ വേൾഡ് വൈഡിൽ എവിടെ വേണമെങ്കിലും എൻവറോൺമെന്റ് പ്രോജക്ട്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഒരു ഇതിനെയാണ് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒരു ഇൻഡിവിജ്വൽ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ എമിറ്റ് ചെയ്യുന്ന ഒരു ടോട്ടൽ ആയിട്ടുള്ള എമിഷനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയാം. നമുക്ക് കാർബൺ ഓഫ്സെറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. കാർബൺ ഓഫ്സെറ്റിംഗ് വർക്ക് ചെയ്യുന്നത്, നമുക്കറിയാം, ഇതൊരു കാർബൺ എമിറ്റ് ചെയ്യുന്ന ഒരു ഫേം ആണ്. ഈ ഫേം എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതായത് കാർബൺ സീക്വൻസ്ട്രേഷൻസിലോ അല്ലെങ്കിൽ ഫോറസ്റ്റൈസേഷൻ, അതുപോലത്തെ പല ഇതിലും, അതായത് എൻവറോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ പ്രോജക്ട്സിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു കാർബൺ ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, അവരുടെ എമിഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ കാർബൺ ക്രെഡിറ്റും കാർബൺ ഓഫ്സെറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം കാർബൺ ഓഫ്സെറ്റിംഗ് എടുക്കാം. കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസിന്, അതുപോലെ ഒരു ലാർജ് കോർപ്പറേഷൻ, ഇവർക്കൊക്കെ ഇത് അവൈലബിൾ ആണ്. അതായത് ഇൻഡിവിജ്വൽസിനൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നത് കമ്പനീസും ഗവൺമെന്റും തമ്മിൽ മാത്രമാണ്. അതായത് ഇൻഡിവിജ്വൽസിനൊന്നും ഇത് കിട്ടില്ല. അതുപോലെ സ്മോൾ ആയിട്ടുള്ള ബിസിനസ് ഇൻഡസ്ട്രീസിനൊന്നും ഇത് കിട്ടില്ല. ഇനി കാർബൺ ഓഫ്സെറ്റിംഗ് ആണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എൻവറോൺമെന്റിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓഫ്സെറ്റ് ചെയ്യുക. എന്നാൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവിംഗ് റൈറ്റ് ടു എമിറ്റ്, അതായത് പെർമിഷൻ കൊടുക്കലാണ്. എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത് കാർബൺ ക്രെഡിറ്റിലൂടെ. ഓക്കെ, മറ്റേത് ഒഴിവാക്കുകയാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കാർബൺ ഓഫ്സെറ്റിംഗിൽ ഇത് വോളണ്ടറി മാർക്കറ്റിലാണ് വോളണ്ടറി മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് ഒരു കറക്റ്റ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂസ് ക്യാപ്പ് ആൻഡ് ട്രൈഡ് സിസ്റ്റം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റ് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റിൽ വെച്ചിട്ടാണ് ഇതിന്റെ ട്രൈഡ്. ഇനി നമുക്ക് COP29 കൊണ്ടുവന്ന ചേഞ്ചസ് നോക്കാം, അല്ലെങ്കിൽ പുതിയ റൂൾ എന്താണെന്ന് നോക്കാം. അതായത് പറഞ്ഞിട്ടുണ്ട്, അലോയിങ് കാർബൺ ട്രേഡിംഗ് ബിറ്റ്വീൻ നേഷൻസ്. രണ്ട് നേഷൻസ് തമ്മിൽ എന്ത് ചെയ്യാം, കാർബൺ ട്രേഡ് നടത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവര് UN ക്ലൈമറ്റ് ടോക്കിൽ അഗ്രി ചെയ്തിട്ടാണുള്ളത്. അതായത് ഒരു വെൽത്തി പൊല്യൂട്ടിംഗ് കൺട്രി ഉണ്ടെങ്കിൽ അവർക്കും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ എന്ത് ചെയ്യാം, ഇവർക്ക് ട്രേഡ് നടത്താം, കാർബൺ ട്രേഡ് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് വരുമ്പോൾ ഇതിന് എങ്ങനെ ആയാലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും. നമുക്ക് ആദ്യം പോസിറ്റീവ് സൈഡ് നോക്കാം. പോസിറ്റീവ് സൈഡ് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നത്, അതായത് ഈ കാർബൺ ട്രേഡിംഗ് നടത്തി കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് എന്ത് ചെയ്യാം, ആ കിട്ടുന്ന ഒരു ട്രേഡ് നടത്തിയതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് അതിൽ നിന്ന് കിട്ടുന്ന മണി എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റിന് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതൊരു പുതിയൊരു സോഴ്സ്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് മാറുമെന്നാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ കാർബൺ ക്രെഡിറ്റ് എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നത് തന്നെ, ഈ ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ ടു കർവ് ദ ഗ്ലോബൽ വാർമിംഗ് എന്താണ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഇനീഷ്യേറ്റീവ് തന്നെ, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് തന്നെ തുടങ്ങിയത്. എന്നാൽ ഇങ്ങനെ ഒരു പുതിയൊരു റൂളിലുള്ള ചേഞ്ച് കാരണം നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിന്റെ പൊല്യൂഷൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അത് അധികരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ റിമൈൻ ചെയ്യും, അത് കുറയില്ല. കാരണം ഇവർക്ക് വരുന്ന സർപ്ലസ് ആയിട്ടുള്ള എമിഷൻ ഇവരെന്ത് ചെയ്യും, കാർബൺ ക്രെഡിറ്റ് ട്രേഡിലൂടെ ഡെവലപ്പിംഗ് കൺട്രീസോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനോ പർച്ചേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, അത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് സൈഡാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.